വലിയ അയ്യോ എന്താടാ രാഘവൻ വന്നു ജയിലിൽ നിന്ന് ഞാൻ വന്നു. രാഘവൻ, ഞാൻ ജയിലിലായിരുന്ന കാലത്തെ ശമ്പളം മുഴുവനും തരണം. ഇന്ന് തന്നെ. എന്നെ പിരിച്ചുവിടാൻ ഒരു ശ്രമം നടത്തി നോക്കിയല്ലേ? വേണ്ട, തീ കൊണ്ട് കളിക്കണ്ട. കളിച്ചവന്റെ കഥ കണ്ടതാണല്ലോ. സാക്ഷി പറഞ്ഞവരെ ഞാൻ കണ്ടോളാം. ശരിക്കും അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ചേട്ടാ. രാഘവനെതിരെ നീ സാക്ഷി പറഞ്ഞല്ലടാ പട്ടി. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ ചേട്ടാ. ഇനി ഒരുത്തരുണ്ടല്ലോ സാക്ഷി പറഞ്ഞവൻ. ബാക്കി അവന് കൊടുത്തോളാം. അവനെ ഒന്ന് അടക്കാൻ ഈ നാട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? എന്തിനാ ഈ പാവം വയസ്സിനെ നിങ്ങൾ തല്ലുന്നത്? നിങ്ങൾ പോയിക്കോ, അതൊന്നും ചെയ്യില്ല. ഈ ചിത്ര എസ്റ്റേറ്റിലുള്ള വഴി എങ്ങനെയാ? ഹലോ, ചിത്ര എസ്റ്റേറ്റിലേക്കുള്ള വഴി. തീപ്പെട്ടിയുണ്ടോ? എന്താ ചോദിച്ചേ? ചിത്ര എസ്റ്റേറ്റിലേക്കുള്ള വഴി എനിക്കറിയില്ലല്ലോ. പട്ടിക്കഴിവരുടെ മോനെ. അപ്പേ ഒന്ന് വന്നേ. പിന്നെ എനിക്കറിയാമോ നിങ്ങളോട് ആരാ പറഞ്ഞേ? നിന്റെ തന്ത. ആരും പറഞ്ഞു തന്നതല്ല, സാറിനെ കണ്ടപ്പോ തോന്നി ആളൊരു അറിവുള്ളവനാണെന്ന്. പോട്ടെ. ഈ ചിത്ര എസ്റ്റേറ്റിലേക്ക് പോകാൻ വഴിയേതാ? ഇവിടെ ആദ്യമായിട്ട് വരികയാണോ? മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ വഴി അറിയാതിരിക്കോ? ഓഹോ, അങ്ങനെ.
എങ്കിൽ ഒരു കാര്യം ചെയ്താ മതി. നേരെ നടന്ന ഒരു ഇലഞ്ഞിക്കാട് കാണാം. അവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്. അതിലേ പോയാ ആകാശം മുട്ടി നിൽക്കുന്ന ഒറ്റക്കൽ മല കാണാം. അവിടുന്ന് 4 അടി വലത്തോട്ട് നടന്ന എത്തും. അതൊരു ഒറ്റ കേസാ. സാർ, സാർ, ഈ ചിത്ര എസ്റ്റേറ്റിലെ വഴി എങ്ങനെയാ? യോ, നിങ്ങൾക്ക് എസ്റ്റേറ്റിലേക്കുള്ള വഴി അറിയിട്ട് കാലത്ത് തൊട്ട് ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. എന്റെ ലക്ഷ്മിയെ, ലക്ഷ്മി, ഇയാൾക്കും പറ്റാന്ന് തോന്നുന്നു. நீங்க இந்த ஊருக்கு புதுசா? ഈ രാജ്യത്ത് ആദ്യമാണോ? അതെ. എന്താ പേര്? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് നാണു. ஊரு வந்து சேலம். இங்க வந்து 10 வருஷம் ஆச்சு சார். இந்த எஸ்டேட்ல ஒரே ஒரு டோபி, அது நான் தான் சார். ഓഹോ, അപ്പൊ താൻ ഡോബിയാണോ? ஆமா ஆமா. അതുറപ്പാ. ഈ നാട്ടുകാർക്കൊക്കെ വട്ട. சார், இதுல கஞ்சி தண்ணி முக்க கூடாது. இது காஸ்ட்லி fortune துணி, அதுல முக்க கூடாது சார். அவ்வளவு காஸ்ட்லி. சார் வந்தாச்சு சார், என்னோட லட்சுமி வந்தாச்சு. ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്ത് കാര്യം? കഴുത കരയണോ? ഈ ചിത്ര എസ്റ്റേറ്റിലുള്ള വഴി എങ്ങനെയാണ്? സാർ, അതിനു മുമ്പ് എനിക്കൊരു ഉപകാരം സാർ. സാറ് ഇതെല്ലാം എനിക്ക് തരണം സാർ. അത് പിന്നെ ഇപ്പൊ എങ്ങനെ അടിക്കുന്നേ? അടിക്കാനല്ല സാർ, അലക്കാൻ. ഓ, അത് ശരി. ലക്ഷ്മി, ലക്ഷ്മി എന്നോട് കഴുത സാർ, എന്നോട് കഴുത. മുതലാളിയില്ലേ? ഇല്ല. ഉടനെ വരൂ. എന്റെ പേര് മോഹൻ. ഇവിടെ എസ്റ്റേറ്റ് മാനേജറായി ചിത്ര അല്ലേ? ചിത്ര എസ്റ്റേറ്റ് പ്രൊപ്പറേറ്റർ മിസ് ചിത്ര. am I right? അകത്തോട്ടിരിക്കാം. താങ്ക് യു. ഇരിക്കൂ. ഒരു എസ്റ്റേറ്റ് നോക്കിക്കൊണ്ട് നടക്കേണ്ട മാനസിക സ്ഥിതിയിലല്ല ഞാനിപ്പോൾ. ചിലപ്പോൾ തോന്നും ഇതൊന്നും വേണ്ടാന്ന് വെച്ച് വല്ല പുണ്യസ്ഥലങ്ങളിലേക്കും തീർത്ഥയാത്രയ്ക്ക് പോയാലൊന്ന്. മോഹൻ, ഇവിടെ വളരെയേറെ പ്രശ്നങ്ങളുണ്ട്. അടുക്കും ചിട്ടയും ഒന്നിനും തന്നെ ഇല്ല. ഇവിടുത്തെ തൊഴിലാളികൾ നല്ലവരാണ്, അതൊരു വലിയ ആശ്വാസമാണ്. പക്ഷേ അവരെ ഭീഷണിപ്പെടുത്തിയും ചൂഷണം ചെയ്തും ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട് ഇവിടെ. പോലീസിൽ പോവാനും തിരിച്ചു വരാനും വീണ്ടും പോവാനും ഒരു മടിയുമില്ലാത്തവർ. അവരെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ ഈ പ്രദേശത്തിന്റെ എല്ലാ സമാധാനവും നശിപ്പിക്കുന്നു. അതൊക്കെ അത്ര വലിയ പ്രശ്നങ്ങളാണോ സാർ? സാവുത്തേർത്തി എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. വലിയ വീരവാദങ്ങളൊന്നും ഞാൻ മുഴക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മുമ്പുണ്ടായിരുന്ന മാനേജർ താമസിച്ചിരുന്ന സ്ഥലം ഒഴിഞ്ഞിടക്കാണ്. സൗകര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. സൗകര്യമില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം സാർ. ശങ്കര, ഇത് നമ്മുടെ പുതിയ മാനേജറാണ്. ഇദ്ദേഹത്തിന് ആ ക്വാർട്ടേഴ്സ് ഒന്ന് കാണിച്ചോളൂ. സാറൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. അല്ല, മുമ്പൊന്നും വല്ല ജീപ്പോ ട്രാക്ടറോ മറ്റോ വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാ മതി.
അതെന്താ അങ്ങനെ? ഈയിടായിട്ട് ലേശം വെള്ളത്ത് വരണോന്നൊരു സംശയം. എന്നാ പിന്നെ ഞാൻ തന്നെ ഓടിക്കാം. അതാണ് നല്ലേ. നടക്ക്. ഒന്ന് വാടി. ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് ചുമ്മാ ഇരുന്നൂടെ? അപ്പോഴേക്കൊരു ഹോണടി. ഏതായി കാന്താരി മുളക്? അതിന്റെ മോളാ. അമ്മായില്ലടി. അമ്മേ, നീ ഇന്നലെ വന്നെന്ന് കേട്ടല്ലോ. എവിടെയായിരുന്നു ഇതുവരെ? എനിക്ക് ചിലരെ കാണാനുണ്ടായിരുന്നു. ഇനി കുഴപ്പത്തിനൊന്നും പോണ്ട മോനെ. എല്ലാരും നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കെതിരെ നിൽക്കുന്നവരാരായിരുന്നാലും ശരി, അവരെ ഞാൻ കാണും. നീ എന്തിനാ മുതലാളിയെ ഭീഷണിപ്പെടുത്തി? എനിക്ക് ചങ്കൂറ്റം ഉണ്ടായിട്ട്. അയാൾ നിന്നെ എന്താ ചെയ്ത് പേടിപ്പിക്കാൻ? കാല് വെക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ ദേഹളക്കി പണം ഉണ്ടാക്കുന്നവരാ. ആരും പേടിപ്പിച്ചിട്ടല്ല ജീവിക്കുന്നത്. മതി. അമ്മാവനെന്നാ ഞാൻ വിളിക്കുന്നത്. അത് മാറ്റി വിളിപ്പിക്കരുത്. നീ വാ, ചോറുണ്ണ. എനിക്ക് വേണ്ട. നിങ്ങളെ ഭരിക്കണമെന്നൊരു ഉദ്യോഗസ്ഥനായി നിങ്ങൾ എന്നെ കാണരുത്. നിങ്ങളിൽ ഒരുത്തനാണ് ഞാൻ. ആ സ്ഥാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കൂലി വാങ്ങുന്ന മുതലാളിയിൽ നിന്നും കൂലി വാങ്ങുന്ന ഒരു തൊഴിലാളിയാണ് ഞാനും. നിങ്ങളുടെ ഒരു സഖാവായി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമോ? നിങ്ങളിൽ ഒരുത്തനായി എന്നെ നിങ്ങൾ സ്വീകരിക്കുമോ? പറയൂ, സ്വീകരിക്കുമോ? പേരെന്താ? ഗോപാലൻ. ഞാൻ ഗോപാലേട്ടൻ എന്ന് വിളിക്കും. അയ്യോ, ഞാൻ അതെ, ഗോപാലേട്ടൻ. പിന്നെ എന്നെ സല്യൂട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. വേണമെങ്കിൽ ഒന്ന് ചിരിക്കാം. അപ്പോൾ എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ ധരിച്ചോളാം. ഞാനൊരു പഴയ പട്ടാളക്കാരനാണ്. ആ ശീലം അവിടെ വെച്ച് മറന്നു പോരേണ്ടതായിരുന്നു. അയാൾ എന്തിനാ ഗോപാലേട്ടനെ തല്ലിയത്? ആര്? എന്താണ് പേര്? ആ, രാഘവൻ. ആ, ഞാൻ കോടതിയിൽ ഒരു സാക്ഷി പറഞ്ഞു. അതിന്റെ വൈരാഗ്യ. കള്ളസാക്ഷിയോ? അല്ല, ദൃക്സാക്ഷി. എന്താ കണ്ടത്? അവനൊരാളുടെ 2 കൈയും വെട്ടിക്കളയുന്നത്. ഇവിടുത്തെ ഒരു തൊഴിലാളിയായിരുന്നു അയാൾ, ഗോപി. ഇവനാണ് ഗോപി, എന്റെ മോൻ. ഇത് ഇവന്റെ ഭാര്യ. പണ്ട് ഞാനും എസ്റ്റേറ്റിൽ ഒരു ജോലിക്കാരനായിരുന്നു. ശമ്പളം വാങ്ങിച്ചാൽ അതിലൊരു പങ്ക് അവന് കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ തല്ലും. അപ്പൊ നിങ്ങളാരും എതിർക്കില്ലേ? എതിർത്തിട്ട് കാര്യമില്ല. എതിർത്താൽ തല്ല് കൂടുതൽ കൊള്ളേണ്ടി വരും, അത്ര തന്നെ. അച്ഛന് സുഖമില്ലാതെ കോഴിക്കോട് ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് അത്തവണ കാശ് തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ കൈയോടെ പണം എടുത്തേക്കാം. ഇല്ല, ഞാൻ തരില്ല. വീട്ടടാ കൈ. പറഞ്ഞതുപോലെ തന്നെ കൈ വെട്ടുകയും കയ്യിലുണ്ടായിരുന്ന കാശ് എടുത്തോണ്ട് പോവുകയും ചെയ്തു. സാക്ഷി പറഞ്ഞവരോടാണ് ഇപ്പൊ ശത്രുത. സർപ്പമാണവൻ, എന്തും ചെയ്തെന്നിരിക്കും. കൂടുതൽ ദേഷ്യം ഗോപാലനോടാ. ഗോപാലേട്ടന്റെ വീടേതാ? ദാ അത് തന്നെ. എന്താ കുട്ടി കാണിക്കുന്നേ? കണ്ടു കാണാത്ത പോലെ. ആരായാലെന്താ? എനിക്ക് കണ്ണു കാണാൻ വയ്യാഞ്ഞിട്ടാ. സോറി. ഗോപാലേട്ടനില്ലേ? ഉണ്ട്, കുളിക്കുന്നു. എന്റെ പേര് മോഹൻ. എസ്റ്റേറ്റിൽ പുതിയതായി വന്നതാ. മാനേജർ എന്നൊക്കെ പറയും. അറിയാം. എങ്ങനെ? പലരും പറഞ്ഞു കേട്ടു.
എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ഞാനല്ലേ എങ്ങനെ ചോദിക്കേണ്ടത്? ഏയ്, എനിക്കൊരു ദേഷ്യമില്ല. എന്റെ അനിയത്തിയാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലോ? നീ എന്താണ് ഞെട്ടാഞ്ഞത്? മോളെ, വേല കയ്യിലിരിക്കട്ടെ. എന്താടി നിനക്കെന്നൊരു പ്രത്യേക ധൈര്യം? ഇന്ന് ആരാടി ഇവിടെ വന്നത്? എന്റെ അച്ഛൻ. പിന്നെ നീ? ഇനി ആരോ വന്നെന്ന് കേട്ടല്ലോ. നീ പുണ്യാഹം തെളിച്ച് സ്വീകരിച്ചെന്നോ അച്ഛൻ പറഞ്ഞു? വയർലെസ്സിൽ അറിഞ്ഞെന്ന് വെച്ചോ? ഞാൻ മാത്രമല്ല, ഈ എസ്റ്റേറ്റ് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. നാണക്കേടായി പോയി. എന്റെ അച്ഛനും നിന്റെ അച്ഛനും ഇതും പറഞ്ഞ് തലയും കുത്തി ചിരിച്ചോണ്ടിരിക്കുക. അവരുടെ പതിവ് തുടങ്ങിയോ? ഓരോ കുപ്പി കള്ള് വയറ്റിൽ എത്തിക്കഴിഞ്ഞു. നിന്റെ മീൻകറി മേടിക്കാൻ പറഞ്ഞയച്ചതാ എന്നെ. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? പുണ്യാഹക്കാരന് എസ്റ്റേറ്റിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തത് ഞാനാ. ഞാൻ പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ വഴി അറിയാതെ പാവം കുഴഞ്ഞു പോയനെ. ഇതിനെന്തിനാടി നീ ചിരിക്കുന്നത്? ശ്മശാനത്തിൽ ചെന്നിട്ടുള്ള അങ്ങേരുടെ നിൽപ്പൊന്ന് ആലോചിച്ചു പോയതാ. കുരിശായിട്ട്. എടിയടി മതിയടി, അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? മിസ്റ്റർ കോരൻ, വെയിറ്റ്. ഡോണ്ട് സ്പീക്ക്. കോൺസെൻട്രേഷൻ ഫാൾട്ട് ആകും. ഒരു തുന്നൽ പണി എന്ന് പറഞ്ഞാൽ ഡ്രൈവർ പണി മാതിരിയല്ല. നോ റിവേഴ്സ്. അണ്ടർസ്റ്റാൻഡ്? ഒരു തുന്നൽക്കാരനെ ഒരു കലാകാരനാവാൻ സാധിക്കും, ഒരു കലാകാരനെ തുന്നൽക്കാരനാവാൻ സാധിക്കും. ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഡോണ്ട് സ്പീക്ക്. കോൺസെൻട്രേഷൻ ഫാൾട്ട് ആവും. ഓ യെസ്, പ്രൊസീഡ്. എന്റെ മോളെ ബ്ലൗസ് തുന്നിയോ? ഏത് മകളുടെ? മൂത്ത മോളെ. എന്താ കളറ്? അവളുടെ കളർ എന്റെ കളർ തന്നെ. കറുപ്പല്ലേ ഞാൻ ചോദിച്ചത്? ബ്ലൗസിന്റെ നിറമാണ് ചോദിച്ചത്. മഞ്ഞയാണോ പച്ചയാണോ? പച്ച മഞ്ഞ. അതോ മഞ്ഞയാണോ പച്ചയാണോ? അതിപ്പോ പച്ചയാണോ മഞ്ഞ? താൻ ഒരു കാര്യം ചെയ്യ്, കൃത്യമായിട്ട് നിറവേണമെന്ന് ചോദിച്ചിട്ട് വാ. അത് കൊള്ളാം. അപ്പോ പജ്ഞയായിരിക്കും. അങ്ങനെ ഒരു കളറുണ്ടോ? അപ്പൊ പിന്നെ മജ്ഞയായിരിക്കും. ആയിരിക്കും. മജ്ഞ, പഞ്ഞ, പഞ്ഞ. ആ പഞ്ഞം പോയോ? മഞ്ച, മഞ്ച, ശവമഞ്ച. സർ, നമ്മുടെ എസ്റ്റേറ്റിൽ സ്ത്രീകൾ ജോലിക്ക് വരാൻ ഭയക്കുന്നു സാർ. കാരണം ഇപ്പൊ നടന്ന സംഭവം തന്നെ. തടുക്കാൻ പോകുന്നവർക്ക് പോലും രക്ഷയില്ല. രാഘവന്റെ ആളാണവൻ. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീകൾക്ക് യാതൊരു വഴിയുമില്ല. വഴിയുണ്ടാക്കാം ഇടോ. എന്താണ് മോഹൻ? ഇരിക്കൂ. ആരാണ് ഈ രാഘവൻ? രാഘവൻ പറയണം സാർ, ആരാണ് അയാൾ? അയാൾ ഒരു റൗഡിയാണ്. ഈ എസ്റ്റേറ്റിൽ അയാൾ ആരാണ്? നമ്മുടെ തൊഴിലാളിയാണോ? രേഖകൾ പ്രകാരം നമ്മുടെ തൊഴിലാളിയാണ്. അയാൾ ജോലി ചെയ്യുന്ന ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശരിയാണ്, അയാൾ ജോലി ചെയ്യാൻ വരാറില്ല. പിന്നെ എന്തിനാണ് അയാൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നത്? പേടിച്ചിട്ടാണോ? കുറച്ച് പേടിയുണ്ടെന്ന് കൂട്ടിക്കൊടു. ഞാൻ അയാളെ പിരിച്ചുവിട്ടാൽ സാർ എന്ത് പറയും? കുറച്ചുകൂടി ആലോചിക്കേണ്ട കാര്യമാണെന്ന് പറയും. ഇല്ല സാർ, ഒന്നും ആലോചിക്കാനില്ല. ഇത്തരം റൗഡികളെ തീറ്റിപ്പൊട്ടാൻ നാം നിൽക്കരുത്. ആകാശവും ഭൂമിയും ഇല്ലാത്ത വർഗമാണ്. സ്വന്തം ജീവൻ പോലും അവർക്ക് വിലയുള്ളതല്ല. കക്കരുത്, മോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ഒക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ആ, ഒരുപക്ഷെ പ്രായമായിരിക്കാം എന്നെ ഭയപ്പെടുത്തുന്നത്. ആയിരിക്കാമെന്നല്ല, അത് തന്നെയാണ്. എനിക്കാണെങ്കിൽ രക്തത്തിന് അല്പം ചൂട് കൂടുതലുമാണ്. ഇനി എന്ത് ചെയ്യണമെന്നാ മോഹൻ പറയുന്നത്? നല്ല ചുട്ട അടി കൊടുക്കണമെന്ന്. തോല് പൊട്ടുവോളം അടിക്കണം. യു മീൻ? പൊള്ളുമെന്ന് തോന്നിയാലേ തീയോട് കളിക്കാതിരിക്കും. അപ്പോ അയാളെ പിരിച്ചുവിടണം. അതിന്റെ പ്രത്യാഘാതം? ഇല്ല സാർ, ഒരു ചൊക്കും സംഭവിക്കില്ല. ഞാൻ ഉറപ്പ് വരുന്നു. ശരി, അയാളെ പിരിച്ചുവിട്ടേക്കൂ. അറിഞ്ഞോ?
നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. പുതിയ മാനേജര്. എന്നെ പിരിച്ചുവിട്ടോ? എന്നോട് ഇവിടെ ആരും കളിക്കാറില്ല. കളിക്കാൻ നേരമില്ലാത്തോണ്ടാവും. അത് കാര്യമായി എടുക്കണ്ട. ബാക്കി എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ, അവർക്ക് എവിടുന്നാ കളിക്കാൻ സമയം? ഞാൻ ഈ എസ്റ്റേറ്റിലെ ജോലിക്കാരനാണെന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കോടതിയിൽ പോയി നോക്കൂ, ചിലപ്പോ ആഗ്രഹം സാധിച്ചെന്നിരിക്കും. എന്റെ കോടതിയും എന്റെ പോലീസും ഞാൻ തന്നെയാണ്. നിങ്ങളുടെ വഴി എന്താണോ അത് നോക്കിക്കോളൂ. കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇവന്റെയൊക്കെ പടലി ഒടിച്ചെങ്കിലേ ഇവിടെ നന്നാവൂ. സോറി സർ, ഇപ്പോഴും ഇറങ്ങിപ്പോയില്ലേ ഒരുത്തൻ? അവനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം പറഞ്ഞു പോയതാ. ബൈ ദ ബൈ, ഐ എം രവി, ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡാ. ഐ എം മോഹൻ. ഐ എം സോറി, പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക്സ് സർ. എസ്റ്റേറ്റിനകത്തുള്ള ടീക്വുഡ്, സാൻഡൽവുഡ് എന്നിവയുടെ കണക്കുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് 5-6 ലെറ്റേഴ്സായി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അയക്കുന്നു. ഒന്നിനും ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. എത്രയും വേഗം കണക്കുകൾ സബ്മിറ്റ് ചെയ്യണം. സോറി. ഇനിയൊക്കെ ഓർഡറിൽ തന്നെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ എല്ലാം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. വണ്ടി നിർത്തി വെക്കണം എല്ലാരും വിളി. വണ്ടി നിവർത്തി കൊടുക്കടാ. സാറ് പോട്ടെ. എന്ത് ആശ്ചര്യമായിരിക്കും. കംപ്ലീറ്റ് നോർമൽ. ഇപ്പൊ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്. അച്ഛന് സ്പെഷ്യലായിട്ട് എന്ത് മരുന്നാ കൊടുത്തത്? ഒന്നും കൊടുത്തില്ല. എന്നാ ഞാൻ വരട്ടെ. ആ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വരട്ടെ.
എങ്ങനെയുണ്ട് മോളെ പുതിയ മാനേജര്? കൊള്ളാം. കാഴ്ചയിലോ അതോ പ്രവൃത്തിയിലോ? അത് പിന്നെ മതി മതി, ഇപ്പൊ അത്രയും പറഞ്ഞാ മതി. എവിടാ അവള്? ലീല, നിന്റെ വേലക്കാരി പെണ്ണ് അടുക്കളയിലുണ്ട്. എടി പെണ്ണേ, ലീലേ, ഞാൻ വന്നിട്ടുണ്ടടി. അല്ല, ചൂടോടെ ഒരു ഒപ്പ് ചായ കൊണ്ടുവാ. കൃഷ്ണപിള്ളക്ക് ഒന്ന് കൊടുക്ക്. ശങ്കരനോ മറ്റല്ലേ ഇവിടെ? ആ കാറിന്റെ ഡിക്കില് 2 കൂടെ ഇരിപ്പുണ്ട്, അതിങ്ങ് കൊണ്ടുവരാൻ പറയും. ചേട്ടന് ഇഷ്ടമുള്ള ചില സാധനങ്ങളാ. ഞാൻ പറഞ്ഞേച്ച പുതിയ മാനേജറെ കുറിച്ച് നീ എന്താ പറഞ്ഞത്? നല്ല ആളാണെന്ന് തോന്നുന്നു. മിടുക്കനാടി അവൻ. നിന്നെയും ചേട്ടനെയും നോക്കാൻ അവൻ മതി. പക്ഷെ അവനൊരു പാവാടി. അവന്റെ മനസ്സ് കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെന്നാ എന്റെ സംശയം. എന്തടി പെണ്ണിങ്ങനെ മെലിഞ്ഞത്? തടിക്കാൻ നോക്ക്. കല്യാണമൊന്നും കഴിക്കണ്ടേ? പുതിയ മാനേജർ എങ്ങനെയുണ്ടടി? മിടുക്കനല്ലേ? എല്ലാവരും നല്ലതെന്നാ പറഞ്ഞു കേൾക്കുന്നത്. റൗഡി രാഘവനുമായി ഒന്ന് ഉടക്കിയത്രേ. അങ്ങനെ വരട്ടെ. ആരാടി അവനെ ഇങ്ങ് പറഞ്ഞു വിട്ടത്? ഞാനല്ലേ, ഈ സാവിത്രി. ഓ, ഇതൊരു ചൂട്. അല്ല, എന്തായി കാണുന്നത്? ചേട്ടന്റെ മുഖത്ത് എന്താ ഒരു പ്രസരിപ്പ്? ഒരു 10 വയസ്സ് കുറഞ്ഞ മാതിരി ഉണ്ട്. എനിക്കിപ്പോ തീരെ ടെൻഷനിലുണ്ടായി. ചേട്ടൻ ഇനി ഒന്നും അന്വേഷിക്കണ്ട. ഒക്കെ എറ്റിന് അവൻ മതി. മോഹൻ, ചേട്ടന്റെ അഭിപ്രായം എന്താ? സമർത്ഥനായാൽ മതി. ഇത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എനിക്ക് ഇന്ന് തന്നെ പോണം. ആയിക്കോട്ടെ. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിന്നാലോ? നീ ഒന്ന് ചിരിച്ചു കാണാൻ ഞാൻ എന്താ വേണ്ടത്? ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിച്ചടി മോളെ.
ഗോപാലേട്ടാ, ഗോപാലേട്ടാ, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? രാധയുടെ വീട്ടിൽ കാണും. സന്ധ്യ കഴിഞ്ഞ പിന്നെ അവിടെയാ. അതെന്താ അങ്ങനെ? ഒന്നുമില്ല, വെറുതെ. പിന്നെ വർത്തമാനം പറയാൻ. കൂട്ടത്തിൽ ഇത്തിരി കള്ളുടിയും അല്ലേ? എനിക്കറിയില്ല. ഗോപാലേട്ടൻ ദിവസം കുടിക്കോ? ചിലപ്പോഴൊക്കെ. നുണ പറയണ്ട. ഉം. അങ്ങനെ വേണമെങ്കിൽ വീട്ടിലിരുന്ന് കുടിച്ചാൽ മതിയെന്ന് ശാരദയ്ക്ക് പറഞ്ഞൂടെ? ഒരു മകൾക്ക് അച്ഛനെ ഉപദേശിക്കാൻ പരിമിതികളില്ലേ? പോരാത്തതിന് ഞാനൊരു കുരുടി പെണ്ണും. നമ്മുടെ ഈ നാടകം എഴുതിയതാരാ? കെ പാറ എന്ന് വെച്ചാൽ കെ കോരൻ കൊഴിഞ്ഞാം പാറ, അതായത് ഞാൻ. ഈ നാടകത്തിന്റെ പേരെന്താ? എനിക്ക് വെളിച്ചം വേണ്ട, എന്തിന്? എന്തിനും. അത് ഇറക്കല്ലേ, ഇതുവരെ ഇറങ്ങാത്ത പേരാണ്. ഇത് ரொம்ப തൊന്തരവാച്ച. ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രം ഒരു ജഡ്ജാണ്. ആ വലിയ കഥാപാത്രത്തെ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെതായ ഗാംഭീര്യത്തോടുകൂടി ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ നമ്മുടെ നാട്ടിൽ ഒരേ ഒരു കലാകാരനേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് അറിയില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ വാഷിംഗ് മെഷീൻ എന്നറിയപ്പെടുന്ന നമ്മുടെ അണ്ണൻ. അത് ഞാൻ താണ്ടാ ഉന്നോട് അപ്പേ ആമ ചാപ്പിട് ചാപ്പിട് കണ്ണ ചാപ്പിട്. ആദ്യമായി യവനിക പൊക്കുന്നു. ഇത് പൊക്കൾ അവ യാറ് പൊക്കും. അത് സമയമാകുമ്പോ ആരെങ്കിലും പൊക്കിക്കോളും. താൻ ചുമ്മാരി. എടോ, ഞാൻ താൻ പറയുന്ന വഴി കേട്ടാ മതി. ഞാൻ പറയുന്നത് താൻ ഞാൻ പറയുന്ന വഴി കേട്ടാ മതി. അപ്പോൾ ജഡ്ജി വികാര വിജൃംഭിതനായി ഉലാത്തുകയാണ്. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ആദ്യം പറഞ്ഞ മനസ്സിലായില്ല, രണ്ടാമത് മനസ്സിലായി. എന്ത്? കേട്ടോ, ഒലത്തുവന്ന്. ഇക്കണക്കിന് പോയാ ഈ കൊല്ലവും നാട്ടുകാരി എന്നെ എടുത്തിട്ട് ഒലത്തും. എടോ, ഉലാത്തുക ഉലാത്തുക എന്ന് വെച്ചാൽ പരിഭ്രാന്തനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലത്തുക. ഹാമർ. പിടി. ഇതിന്റെ ഉളി എങ്കേ ഉള്ളിയോ? എടോ, ഇത് ആശാരിയുടെ റോളല്ല, ഇത് ജഡ്ജിന്റെ റോളാണ്. ഇത് ചുറ്റിക. ഇതോ? ആ ചുറ്റിക കൊണ്ട് ഓണർ ഓണർ എന്ന് പറഞ്ഞിട്ട് മേശമേൽ 2 പ്രാവശ്യം അടിക്കുക. അയ്യോ, നാറ്റിച്ചു. ശൂശൂന്നൊന്നും പറയരുത്, നാറിപ്പോവും. കോടതിയിൽ ജഡ്ജി അലക്കേ ആ സ്വഭാവം വിടണം. ജഡ്ജിന്റെ മൂഡിലേക്ക് വരണം. ഈ നാടകത്തിന്റെ സംവിധായകന്റെ പേരെന്താ? കെ പാറ. എടോ ബോറ, അത് ഞാനാ. ഞാൻ പറഞ്ഞു കൊടുത്തോളാം കേട്ടോ. അല്ല സാറേ, നമസ്കാരം. സാറ് വെറുതെ പുതിയ ചുറ്റി പുടിയാണ് പുതിയതാ കഴുത കഴുത പുതിയ. എന്നെ വിഷയം എല്ലാരും ഉണ്ടല്ലോ. എന്താണോ? വീട് പക്കം താനേ. സാർക്ക് വണക്കം വേണ്ട കഴുത. സാറിന് ഒരു നായകന്റെ മുഖമുണ്ട്, ഒരു കലാഹൃദയമുണ്ട്. നാളെ ഒരു ഉന്നതനായ നടനായി സാറ് മാറുമെന്ന് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. അതായത് പ്രവചിക്കുന്നു. അതിന് ഞാനെന്ത് വേണമെന്നാ? അല്ല, എന്റെ സംവിധാനത്തിന് കീഴിൽ സാറൊന്ന് അഭിനയിക്കണം, അത്രേ ഉള്ളൂ. അഭിനയിച്ചോളെ. പോരെ. ഓക്കെ, മതി 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 മതി. പോട്ടെ താനോ? സാറ് സാർ എടാ നാണമില്ലാത്തവനെ നാണു. അദ്ദേഹം വന്നപ്പോ നിനക്കൊന്ന് എഴുന്നേറ്റ് നോട്ടാ. ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ എഴുന്നേറ്റുന്നില്ല. വലിയ ആളുകൾ വരുമ്പോ ഒന്ന് മാനിച്ചൂടെ? ബഹുമാനിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ ഉட்கார்ന്നത്. ഇങ്ങനെ ഇരുന്നിട്ടാണ് മാനിക്ക? ഇത് ജനത് പാരി പാരി പാട്ടാച്ച. ഇത് ഷർട്ട് ഷർട്ട്. ഇത് ആരുടെ ഷർട്ട്? ഇത് അന്താരുടെ ഷർട്ട്. നിങ്ങളുടെ നാടകത്തില് ഞാനില്ല. നിന്റെ നാടകത്തിന്റെ പേരെന്താണ്? എനിക്ക് വെളിച്ചം വേണ്ട. എനിക്ക് വെളിച്ചം വേണ്ട. നീ ഇഷ്ടേരി ഞാനെടുത്തേക്ക് വാടക വാട. ഇവന്റെ നാടക കലാസം എന്നുള്ളത് ചുറ്റിയപ്പാ ചുറ്റപ്പ വെള്ളപ്പാണ്. ശങ്കര ശങ്കരാന്റെ കാലപിടി. നമസ്കാരം സാർ. എങ്ങനെയുണ്ട് പുതിയ ഭരണം? കൊള്ളാം സാർ. മോഹനെ പറ്റി എനി ഒപ്പീനിയൻ? എനിക്ക് നല്ലതേ പറയാനുള്ളൂ. ഗുഡ്. നമസ്കാരം മുതലാളി. നമസ്കാരം. നമസ്കാരം.
ഇവിടെയാണ് ഇപ്പോ കൂടുതൽ ചപ്പ് കിട്ടുന്ന സ്ഥലം. നിങ്ങൾക്കൊക്കെ സുഖം തന്നെയാണല്ലോ. അതെ മുതലാളി, പുതിയ മാനേജർ വന്ന ശേഷം പല സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പണിക്ക് വരുന്നതിൽ ഒരു സന്തോഷമുണ്ട്. ലക്ഷ്മി പെൺകുട്ടികളായ കുറച്ച് അടക്കം വേണം. ഇത്ര മതിയോ? അതോ ഇത്ര വേണോ? പ്രായത്തിന്റെ കുഴപ്പ. സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിലോ? സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ, ഛർദിക്കും. അത്ര തന്നെ. അയ്യടാ, നീ എന്തിനാ എന്റെ തലയിൽ വെള്ളം ഒഴിച്ചേ? ഞാനോ? ആ വെള്ളോ? ആ ഓ അയ്യോ, വെള്ളവും മൂത്രം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യൂ എന്റെ ഭഗവാനെ. ലക്ഷ്മി, നീ എന്താടാ ചെയ്തത്? നിക്കണവിടെ. നിന്നെ ഞാൻ ഇന്നലെ രാത്രി മ്യൂസിക് റിഹേഴ്സൽ ഉണ്ടായിരുന്നുകൊണ്ട് രാധാമണിയുടെ ജാക്കറ്റ് തയ്ച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതെ, അവിടെ എന്തൊക്കെയോ തെറി പറഞ്ഞിട്ട് പോയി. ആരാ? 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 ആഹാ. പോരാ. ആ? ചിന്നത് എന്നത് ഇങ്ങനെ ഏ? പെൻസിൽ. ഞാൻ നീറ്റായിട്ട് ഡ്രസ് ചെയ്ത് വന്നപ്പോ ഈ അലവലാതിയായത് എടുത്തു വെച്ചത്. പൊടി കാലതാ പൊടി. ആ. കൊര 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 കൊര. ഇന്നലെ രാത്രി മുഴുവന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. നേരെ എത്രയായി? 10 മണിയായി. ഞാനേ കണ്ണിന്റെ പോള് രണ്ടും അടച്ചിട്ടില്ല. കൊര. അതെന്താ അത്? കൊര ഒരു പാട്ട് പാട്. കൊര ഉം? പാട്. കൊര 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 പാട്. കൊര. ഞാനിപ്പോ വായ്പാട്ട് പാടാറില്ല. അയ്യോ പാട് പാട്. കൊര പാട്. കൊര ഞാൻ റെക്കോർഡിങ്ങിന് പോവാണ്. ഇന്ന് രാത്രി 2:10 ആകാശവാണിയിലൂടെ അത് അബോർട്ട് ചെയ്യും. മുടിയാതെ ഇപ്പൊ പാടണം. പാട്. കൊര. അണ്ണൻ തമിഴിനല്ലേ? ആമാ. ഞാനൊരു തമിഴ് പാട്ട് പാടാം. ഓ പോയി. തനിത്തിരുന്ന് വാഴും തവമണിയേ ദണ്ഡപാണി ദൈവമേ വെണ്ണീറണിന്തത് എന്ന 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 വേലൈ പൂടിത്തത് എന്ന അവനെവിടെ പോയി? അതാ പോണിയേട്ടാ. എന്താ ഓടിക്കളഞ്ഞത്? അതാരായാലും ഓടിപ്പോകും. ആഹാ. നീയേ അങ്ങനെ ഓടണ്ട, നടന്നു വന്നാ മതി കേട്ടോ. ചേച്ചി, തുമ്പി, ഞാനിപ്പ വരാം. സീതേ, ഞാനൊരു ഫോറസ്റ്റ് ഗാർഡാ. എന്റെ പേര് രവീന. ആ എന്തിനാ തനിച്ചു വന്നത്? തനിച്ചല്ല, എന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ പോയി? അവളെ
തുമ്പിയെ പിടിക്കാൻ പോയി. കുട്ടിയുടെ പേരെന്താ? ശാരദേച്ചി, തുമ്പിയെ കിട്ടി. നല്ല ആളാ കൂട്ടിന് വന്നിരിക്കുന്നത്. ചേച്ചിയെ തലയെ വിട്ടിട്ട് പോവാൻ പാടുണ്ടോ? ഞാൻ പോട്ടെ. ചേച്ചി സൂക്ഷിച്ചു കൊണ്ടുപോട്ടോ. ചേട്ടന്റെ മോളെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ചിത്രയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ആളുകൊള്ളാം, നല്ല അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടി. ആ, എന്നാ അവളങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നാ പറ്റില്ലല്ലോ. തുള്ളിച്ചാടി നടക്കേണ്ട പ്രായല്ലേ അവളുടേത്. ഈ പ്രായത്തിൽ ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്നോ. നീ അവളെ ഒന്ന് മാറ്റിയെടുക്കണം. മോഹൻ, എന്റെ മോൻ കാരനാണ് അവളെ ഈ നിലയിലായത്. അതിലെനിക്ക് മനപ്രയാസമുണ്ട്. അവളൊരു നല്ല കുട്ടിയാണ്. ആൺകുട്ടികൾ പുഴത്തി പറഞ്ഞു കേൾക്കാൻ പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ്. നീ അവളെ പ്രേമിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആണും പെണ്ണുമായിട്ടുള്ള ജീവിതം അത്യാവശ്യമാണെന്ന് അവൾക്ക് തോന്നണം. അങ്ങനെ അവളെ ഒരു കല്യാണത്തിന് സമ്മതിക്കണം. ഞാൻ പോട്ടെ. അതെ, നീ അവളെ കയറി പ്രേമിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അവസാനം അമ്മായി കൂട്ടുന്നിട്ടാ പ്രേമിച്ചെന്ന് വരും. ഈ വയസ്സുകാലത്ത് അമ്മായിക്ക് ചീത്തപ്പേരുണ്ടാക്കി തരുത് കേട്ടോടാ. ചെക്കതൊരു കള്ളച്ചിരി. ഒരു നിമിഷം നിൽക്കാമോ? ഒരു മാനേജർക്ക് പറയേണ്ട കാര്യമല്ലെന്നറിയാം, എങ്കിലും പറയട്ടെ. എന്തിനാ ഈ വെള്ളവസ്ത്രം ധരിച്ച് ഇങ്ങനെ കോലം കെട്ടി നടക്കുന്നത്? കണ്ണെഴുതി പൊട്ടുതൊട്ടാൽ നീ എത്ര സുന്ദരിയാണെന്നോ. എന്റെ മോനേക്കാ സ്നേഹം എനിക്ക് മോഹനോട്. ദിവസം ഉച്ചകൊണ്ടിന് അവൻ എന്റെ അടുത്താ വരാറ്. അത്രയ്ക്ക് സ്നേഹം അവന്. ഞാൻ പറയുന്നത് എന്തെങ്കിലും മോള് കേൾക്കുന്നുണ്ടോ? അവന് ആരുമില്ല. ഇന്നലെ അവൻ എന്നോട് പറയാണ്, നാട്ടിലായിരുന്നപ്പോൾ ഞാനെങ്കിലും ഉണ്ടായിരുന്നല്ലോ എന്ന്. ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ അവനുണ്ടാക്കരുത്. നിങ്ങളൊക്കെ അവനെ സ്നേഹിക്കുന്നു എന്ന് അവന് തോന്നണം. ഉള്ളിൽ സ്നേഹമില്ലെങ്കിലും പുറത്തെങ്കിലും ഒന്ന് കാണിക്കണം. അമ്മായിയെ ചീത്തയാക്കരുത് കേട്ടോ. അവിടെ ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഒരു നഴ്സറി ഫാം തുടങ്ങിയിട്ടുണ്ട് അവിടെ. നമുക്ക് അങ്ങോട്ട് നടക്കാം. എന്താ നിന്ന് കളഞ്ഞത്? ഈ ചെടികളെല്ലാം ഉണങ്ങിപ്പോയതല്ലായിരുന്നോ? ആ, ശ്രദ്ധിക്കാൻ ആളുണ്ടായാൽ അങ്ങനെയാ. ശ്രദ്ധിക്കാൻ ആളുണ്ടായാൽ ഉണങ്ങിപ്പോയതെല്ലാം തളർക്കോ? എത്ര നല്ല ചെടികളും ചില ഋതുക്കളിൽ ഇല കൊഴിയും. ഋതുമാറ്റത്തിൽ വീണ്ടും തളർക്കും, പൂക്കും, കായ്ക്കും. വരൂ. ഇന്നെന്താ അത്ര വൈകിപ്പോയത്? സീത വരാൻ വൈകി, അതുകൊണ്ടാ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു കുറെ നേരായി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ലേ? നിനക്ക് തരാൻ വേണ്ടി ഒരു പ്രതിമ ഉണ്ടാക്കുകയായിരുന്നു. ആ, ഒന്ന് നോക്കി. ഇതൊരു സ്ത്രീയുടെ രൂപമാണല്ലോ. അതെ, ചന്ദനം കൊണ്ടുണ്ടാക്കിയതാ. എന്റെ മനസ്സിലുള്ള ഒരു സുന്ദരിയുടെ രൂപം. ആ സുന്ദരി ആരാണ്? ചന്ദനത്തിന് നിറവും സുഗന്ധവുമുള്ള അവൾ നീ തന്നെ, ശാരദ, എന്റെ ശാരദ. ഞാൻ സുന്ദരിയല്ല, എനിക്കറിയാം. നീ സുന്ദരിയാണ്, ചന്ദനം കൊണ്ട് കടഞ്ഞെടുത്ത സുന്ദരി.
നിനക്കെന്താ ഭ്രാന്താ? ശരിക്കും പേടിച്ചു അല്ലേ? പേടിക്കയോ? ഞാനോ? അതിനാളെ വേറെ നോക്കേണ്ടി വരും. എന്തിനാ വെറുതെ വീരവാദം മുഴക്കുന്നേ? പേടിയില്ലേ നിനക്ക് രാത്രി എങ്ങനെ മേഞ്ഞു നടക്കാൻ? പിന്നെ പേടി. ശാരദയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞാ ഞാൻ വന്നത്. വാതിലടച്ചു കിടന്നോളൂ. പോട്ടെ. ഉം. എന്താ? സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിക്കാൻ വന്നതാ. എന്താവശ്യമുണ്ടോന്ന്? എന്തെങ്കിലും. എനിക്കൊരാവശ്യമില്ല. സാറ് കട്ടിലാണോ കിടക്കാറ്? ഉം. മുമ്പുണ്ടായിരുന്ന മാനേജർ സാറിനെ കട്ടിലിൽ കിടക്കുന്നത് ഇഷ്ടേയല്ല. ഞങ്ങള് നിലത്താ കിടക്കാറ്. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കട്ടെ. സാർ എപ്പോ വിളിച്ചാലും ഞാൻ വന്നേക്കാം. നിങ്ങൾക്കൊന്ന് വന്ന് കിടന്നുകൂടെ മനുഷ്യ? ശരി, മനുഷ്യനായാൽ ഉറങ്ങാന്നുള്ള ഒരൊറ്റ വിചാരം മാത്രം മതിയോ? ഈ ശാന്തമായ അന്തരീക്ഷത്തിലല്ലേ എന്തെങ്കിലും 4 അക്ഷരം ചിന്തിച്ചെടുക്കാൻ പറ്റൂ. ഞാനൊന്ന് ഉറക്കെ ചിന്തിക്കട്ടെ, നീ പോയി കിടന്നുറങ്ങി ചിന്തിച്ചപ്പോ. ഇത്രയും വലിയ ജീവിയായ ആനയെ ആരാ കണ്ടുപിടിച്ചേ? ദൈവം. അല്ല, അങ്ങേലെ ഗോപാൽട്ടൻ. ആ വന്നല്ലോ. രാധേ, രാഘവന് ചോറ് വിളമ്പി കൊടുക്ക്. രാധ ഉറങ്ങി. നീ വാ രാഘവ, ഞാൻ വിളമ്പി തരാം. അവളെന്താ ഇത്ര നേരത്തെ കിടന്നുറങ്ങിയത്? ഞാൻ പറഞ്ഞിട്ടാ. നാളെ മുതൽ ഞാൻ വന്നിട്ട് കിടന്നുറങ്ങിയാ മതി. അവൾ ആരാ? നിന്റെ ഭാര്യ? രാഘവനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അല്ല, അവൻ വേണേ മറ്റോളെ കെട്ടിക്കോട്ടെ, ബിന്ദുവിന്. അവക്കൊരു 2ാം കെട്ടുമായി. അതും വേണ്ട. എനിക്കൊന്നുകൂടി ചിന്തിക്കാനുണ്ട്. ഈ ചോറും കറി കണ്ടുപിടിച്ചത് ആരാ? ആരാന്നാ ചോദിച്ചേ? ആരോ. മാനസമൈനേ വരൂ. ഇതാ വന്നു. നമ്മളോടൊന്നും ഇഷ്ടമില്ലാണ്ടായി അല്ലേ? ആരാ പറഞ്ഞേ? വരാൻ. എനിക്കറിയാം. എനിക്കൊരു ബ്ലൗസ് തുന്നി തരുമോ? അതിനെന്താ? തുണി എടുത്തിട്ടില്ല. നിനക്കെന്തിനാടി തുണി? തുണി ഇല്ലാതുള്ള ബ്ലൗസ് ഞാൻ തുന്നി തന്നാ പോരെ? നാളെ തന്നാ മതി. ലാന പോലെ അളവെടുക്കണ്ടേ? എന്റെ അളവ് ചേട്ടൻ അറിയില്ലേ? അല്ല, വാ ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് പാടി. അളവെടുക്കാൻ. അതൊക്കെ പലരും കാണും കേൾക്കും. കൈവക്ക്. ബ്ലൗസ് അല്ലേ തുന്നുന്നത്? അതെ. അതിനെന്തിനാ ഇവിടുത്തെ അളവെടുക്കുന്നത്? അല്ല, എവിടത്തെങ്കിലും ഒരു അളവ് കിട്ടിയാ പോരേ പോരേ. എപ്പോ വന്നാലും തുണി 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 തുത്തുണി. ഇവിടെ തുണി ഇല്ലാത്തതുകൊണ്ടല്ലേ തയ്ക്കാത്തത്. ചായ നിന്റെ അപ്പന് കൊണ്ട് കൊടുക്ക്. ഇതെന്താ? എന്റെ അമ്മേ, ഇത് ബജിയാ. ബജി നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക്. എടാ, നൂല് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബജി വാങ്ങിച്ചോണ്ട് വന്നാ മതിയോ? എടാ, ബജി വെച്ച് തയ്ക്കാൻ പറ്റുമോ? എടാ, പോയി നൂല് വാങ്ങിച്ചോണ്ടോടാ. ഏത് കളറിലെ നൂലാ? കളറും നീ പച്ച വെള്ള നിറത്തിലുള്ള വയലറ്റ് നിറത്ത മഞ്ഞയില്ലേ, അത് വാങ്ങിച്ചോണ്ടാ. അത് ഇവിടെ കിട്ടൂല. ഇവിടെ കിട്ടൂല, ബോംബെ പോയി വാങ്ങിച്ചോണ്ടോ. ചെല്ലേ. കഴിച്ചോ? ഞാൻ ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. ശവം. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ വെച്ച് അളവെടുത്താൽ ശരിയാവൂല. ഞാൻ രാത്രി വരാം. വരട്ടെ. ശരി. അയ്യോ. കല്യാണം ഉടനെ നടത്തണമെന്നാ രാഘവൻ പറയുന്നത്. നടത്തിക്കോട്ടെ. അവൻ ഏതെങ്കിലും ജയിലിൽ ആരെങ്കിലും കണ്ടുവെച്ച് കാണും. രാധ അവന് ജീവനാ. രാധക്ക് രാഘവൻ കാലന. അതൊക്കെ നമ്മൾ എന്തിനാ നോക്കണത്? ആമ്പിള്ളേർ ഇഷ്ടം നോക്കിയാ പോരെ? അല്ല, ഞാൻ പെമ്പിള്ളാരെ ഇഷ്ടം നോക്കുന്നവനാ. അവന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. മനസ്സിലൊന്ന് ഉറച്ചതാ. അതെ,
എന്റെ സ്വഭാവം ഏറെക്കുറെ അതന്നെ. നിനക്കെങ്കിലും അറിയാലോ. അവനെ പിണക്കുന്നത്ര ശരിയല്ല. എന്താ നിനക്ക് അവനെ പേടിയാണോ? എനിക്ക് പേടി തന്നെയാ. കീഴ്മേൽ നോക്കാത്തവനാ. കുടുംബം മുഴുവൻ അവൻ വെളുപ്പിച്ചെന്നിരിക്കും. മൂത്തോള് നിൽക്കുമ്പോ അനുജത്തിനെ കെട്ടിച്ചേക്കാൻ സാധ്യമല്ല. അവളുടെ കല്യാണം ഒരുക്കി കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായോ? ഇപ്പൊ അവക്ക് ഭർത്താവില്ലല്ലോ. ആദ്യം അവളെ കല്യാണം നടക്കട്ടെ. ഇനി എന്നേക്കാ അവളുടെ കല്യാണം? രാഘവന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ. എനിക്കിനി ഒരു കല്യാണം വേണ്ടച്ച. പോരെ അപ്പുറത്ത്. അത് ഞാനാ തീരുമാനിക്ക. അല്ലാതെ പെൺകുട്ടികളെ ഇഷ്ടത്തിനോട് തുള്ളനല്ല ഞാൻ. എന്നെ കല്യാണം കഴിക്കണമെന്ന് രാഘവേട്ടൻ നിർബന്ധം പിടിക്കുന്നു. അതിനെന്താ? പൗരുഷമുള്ള ഒരു പുരുഷനല്ലേ അയാള്. പ്രൗഢിയാണ് അയാൾ എന്ന് പറഞ്ഞാലൊക്കുമോ? മുറച്ചെറുക്കനല്ലേ. എനിക്ക് അയാളെ ഇഷ്ടമല്ല. പിന്നെ ആരെയാ നിനക്ക് ഇഷ്ടം? അത് അത് ഞാൻ തൊട്ട് കാണിക്കാം. മന്ദഹാസം പൂത്തു നിൽക്കും ചൊടിയും ഇതൾ ചൊടിയും ഉലകമെന്നിൽ ചാർത്തുന്നു മധുരമെന്നിൽ തൂകുന്നു വിടരും പ്രേമ കവിതേ മാരിവില്ലിൻ പൂവിരിഞ്ഞ കവിളും ഇളം കവിളും മന്ദഹാസം പൂത്തു നിൽക്കും ചൊടിയും ഇതൾ ചൊടിയും കവിളും ഇളം കവിളും മന്ദഹാസം പൂത്തു നിൽക്കും ചൊടിയും ഇതൾ ചൊടിയും കവിളും ഇളം കവിളും മന്ദഹാസം പൂത്തു നിൽക്കും ചൊടിയും ഇതൾ ചൊടിയും ഉലകമെന്നിൽ ചാർത്തുന്നു മധുരമെന്നിൽ തൂകുന്നു വിടരും പ്രേമ കവിതേ മാരിവില്ലിൻ പൂവിരിഞ്ഞ കവിളും ഇളം കവിളും മന്ദഹാസം പൂത്തു നിൽക്കും ചൊടിയും ഇതൾ ചൊടിയും
വാ നീ വാടി ഉണ്ടല്ലേ മാടി മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാരും കണ്ടു കഴിഞ്ഞാലേ നിന്റെ ജീവിതം പാഴാവും എനിക്കൊരു കുഴപ്പമില്ല. നിനക്കെന്താണ് അവിടെ കാര്യം? ഞാൻ അളവെടുക്കാൻ വന്നതാ അല്ലേ? അല്ല, പെണ്ണുങ്ങളെ കടയിൽ വെച്ച് അളവെടുക്കുന്നത് ശരിയല്ലോ എന്ന് കരുതിയ. പെണ്ണുങ്ങളെ കാട്ടിൽ വെച്ച് അളവെടുക്കണം, അതാ ശരി. അല്ല, നിന്നെ ആശാൻ വിളിക്കുന്നു, വാടി. ഞാൻ വരട്ടെ. വാടി, നടക്കടി. രാത്രി തനിച്ചോ? ലാലേ കോലമലേ പാലക. അകത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഞാനൊരു സമ്മാനം തരാം. ചിത്ര എന്താ ഇപ്പൊ ഓർത്തെന്ന് ഞാൻ പറയട്ടെ. ഓ, ഇവന്റെ ഒരു സമ്മാനം എന്നല്ലേ? അതൊന്നുമല്ല, ഞാൻ വരാം. ഒരു കാപ്പി ഉണ്ടാക്കി തരാമെങ്കിൽ. പരീക്ഷിക്കണ്ട, പഴയ ഒരു ബ്രാഹ്മണ കാപ്പിക്കടക്കാരനാണ് ഞാൻ ട്ടോ. വെൽക്കം ടു മൈ പാലസ്. Sit down. സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ നാളെ ഈ വേഷത്തിലായിരിക്കണം ചിത്രയെ കാണേണ്ടത്. വാങ്ങ്. വേണ്ട, എല്ലാം അങ്ങനെ തന്നെ കിടന്നോട്ടെ. തൊട്ടുണർത്തണ്ട. എന്നോട് വെറുപ്പാണോ? അവൻ ജോലി വേണ്ടെന്ന് വെക്കാൻ പോവാണെന്ന്. ആരാ? മോഹൻ, നമ്മുടെ മാനേജരെ. ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായി. അവനെ ഞാൻ ഏതോ കാട്ടിലേക്ക് പറഞ്ഞെന്ന അവന്റെ പറച്ചില്. അച്ഛനും മോളും എങ്ങനെയാ? ആരോടും ഒന്നും തുറന്നു പറയില്ല. വെറുതെ പോലും ഒരാളോട് സ്നേഹം കാണിക്കില്ല. മോളും ചേട്ടനും അവനോട് ഇത്തിരി കൂടി സ്നേഹം കാണിക്കും. സ്നേഹിക്കാൻ ആളില്ലാത്തൊരു സ്ഥലത്ത് അവന് നിൽക്കാൻ ഇഷ്ടല്ല. അവൻ ഇവിടുന്ന് പോയ ഈ എസ്റ്റേറ്റിന്റെ ഗതി എന്താവുന്ന നിനക്കറിയോ? പണ്ടത്തെ ചങ്കരൻ തെങ്ങിന്റെ മുകളിൽ കണക്കാവും. നീ അവനെ കല്യാണം കഴിക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അല്ല, അങ്ങനെ ഇപ്പൊ ഒരു തെറ്റിദ്ധാരണ വേണ്ട. മോളെ അമ്മായിക്ക് വിശ്വാസ. നീ ഉത്തരൊന്നും പറയണ്ട. എനിക്ക് നിന്റെ പ്രവൃത്തി കണ്ടാ മതി. പെണ്ണിന്റെ മനസ്സ് എനിക്ക് അറിഞ്ഞൂടെ? ആണും പെണ്ണുമായിട്ടുള്ള ബന്ധം കല്യാണത്തിലേ അവസാനിക്കുള്ളൂ. അതിനു മുമ്പ് വേറെ ഒന്നും ഉണ്ടാവാൻ ഞാൻ മതി. ആമ്പിള്ളേരെ വിശ്വസിക്കാൻ കൊള്ളില്ല. 100 കോർക്ക ഇടം കിട്ടിയാ മതി. ഇരിക്കൂ, ഞാനിപ്പോ വരാം. അയ്യോ അയ്യോ,
സോറി. ഒരു 2 വട്ടം ഒന്ന് വേഗം വെച്ചു. കോര ഇതാര് കോര തുള്ളിമണിയൊക്കെ കഴിച്ചിട്ട് ഇവിടെ എത്തിയത് ആര്? അത് നമ്മുടെ ശങ്കരേട്ടൻ. ഞാൻ അയാളെ ഇവിടെ ഇരുത്തിരിക്കുക. ഇവിടെ കാശ് തരാനുണ്ടായിട്ട് തുണിയെല്ലാം അഴിച്ചിട്ട് ഇവിടെ ഇരുത്തിച്ചാണല്ലോ കോര. എന്താളെന്ന് പറഞ്ഞേ ഒട്ടുക്കും കാശ് വാങ്ങിയ തിരിച്ചു കൊടുക്കാത്ത ആളാണ് இந்த ആള്. എന്താണ് എന്റെ കടയ്ക്കാ വീട്ടില്? ഞാനിതാ എന്റെ ഈ പാന്റും ഷർട്ട് ഇത് 2 വട്ടം വെക്കാൻ കൊടുത്താണ് ഇവിടെ. അല്ലാതെ കണ്ടോന്റെ അലക്കാൻ തന്നെ ഷർട്ട് വിളിച്ചാൽ പണി എനിക്കില്ല. അണ്ണാ അത് ഉங்களுക്കിട്ട് ഒരു പാര വെച്ചതാണല്ലോ. പുരിഞ്ഞിക്കട്ടെ അങ്ങനെ പുരിഞ്ഞു കിട്ടിയാ മതി തമ്പി. എന്താ ഇത് പാരടാ. എന്താണ് ഇത് ഒരു സ്റ്റേജ. ഒരു കാര്യം ചെയ്യ്, இந்த അൺഡ്രോയിന് ഇതിന് 2 ബട്ടണ് അവിടെ വെച്ചു കൊടുക്ക. എന്താ അവിടെ ഒരു ശബ്ദം? ശബ്ദമാണ്, ഞാൻ ചിരിച്ചതാണ്. ഞാൻ വിചാരിച്ച അവിടെയാണെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയൂ പറയൂ, തുറന്നു പറയൂ, കേൾക്കട്ടെ. തുന്നി കഴിഞ്ഞിട്ട് പോരെ തുറക്കല്. എവിടെന്ന് കെട്ടിയെടുത്ത് ഈ പണ്ടാരം കൂട്ടി? നമ്മുടെ നാടകത്തില് ഇതൊന്ന് തുന്നി കഴിഞ്ഞിട്ട് പോരെ ഇഷ്ടന്മാരെ. താനൊരു കാര്യം ചെയ്യൂ, ഞങ്ങൾ 2 പേരും കൂടി കുത്തി കൊല്ലേ. അപ്പടി കത്തിരിക്ക പിടിയോ. കത്തിരി അവിടെ പോയി. നാടകത്തിലല്ല, ജീവിതത്തില് ഞാനൊരു സാധനം തുന്നാൻ തന്നാല് അത് എപ്പ തിരുപ്പി തരും? ഒരു കൊല്ലം ഞാൻ നിന്നോട് ചോദിച്ചോ? നീ പറഞ്ഞ കഴുത അങ്ങനെ പോട്ടെ. സഹായിക്കണോ? വേണ്ട. സഹായിക്കണമെന്ന് ചോദിച്ചാൽ ആദ്യം ചിത്രവും ചിരിക്കും, പിന്നെ വേണ്ടാന്ന് പറയും. അങ്ങനെയാണ് ഞാൻ മനസ്സിൽ കണക്കിട്ടത്. ഉള്ളു തുറന്ന് ചിരിക്കാൻ എന്തോ എനിക്കിനിയും ആകുന്നില്ല മോഹൻ. ഈ പൂക്കളെ നാം ഏറെ ഇഷ്ടപ്പെടുന്നു എന്താണെന്നോ? വശ്യമായ ഇതിന്റെ പുഞ്ചിരി, ദഹിച്ചു തീരാത്ത സ്വകാര്യ ദുഃഖങ്ങളുടെ കൂമ്പാരം ഇനിയും എന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ചിത്രയ്ക്ക് ഞാൻ 2 ചിറകുകൾ തരും. വർണ്ണ ചിറകുകളുമായി പാറിപ്പറക്കാൻ കുറെ മോഹങ്ങളെ തരും. ആഹ്ലാദത്തെ കൂട്ടിനായി പിടിച്ചു കെട്ടിത്തരും. എന്താ മോഹൻ? ലാസ്റ്റ് ഡിവിഷന്റെ അടുത്ത് 2-3 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുകയാണ്. അവിടെ പുതുതായി എന്തെങ്കിലും? ഇവിടുത്തെ ശ്മശാനായിട്ട് ഉപയോഗിക്കുന്നത് ആ സ്ഥലമാണ്. ശ്മശാനം നമുക്ക് മറ്റെവിടേക്കെങ്കിലും മാറ്റാം.
പുതുതായി എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങുകയാണെങ്കിൽ കുറെ പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. കുറെ പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്നോട് ചോദിക്കണമെന്ന് പോലുമില്ല. യു ക്യാൻ പ്രൊസീഡ്. വെള്ളടിച്ചു വരുന്നുണ്ട് കേട്ടോ. എന്ത് ചാപ്പിടാൻ? ഇത് ചാപ്പിടാനോ? എന്ത് പാരാൻ? മൂക്കാലെയാണോ പാരുന്നത്? അണ്ണനോ? അണ്ണനല്ല. പിന്നെ അയ്യേ ഒന്നോ un குழந்தைக்காக உன்னோட அப்பனுக்காக. ஆமா ஆமா ஆமாடா. பாரு பாரு, நீ கண்ணால பாரு. குழந்தை எந்த ஊர்ல இருக்கு பாரு. குழந்தை உள்ள இருக்கு. உள்ள இருக்கா? அதுதான் கேக்குறேன்டா. நீ பண்ணது இப்ப குழந்தைக்கு எத்தனை வயசாச்சு? 6. அப்ப 10 കൊല്ലം കൂടി കഴിയുമ്പോ എത്ര വയസ്സാകും? 16. അപ്പൊ കറക്റ്റ് இந்த ഉടുപ്പ് കറക്റ്റ് ആയിരിക്കുമേ. അണ്ണാ നമ്മളൊക്കെ മറ്റേതല്ലേ? നമ്മൾ കലാകാരന്മാരല്ലേ? നമ്മളൊക്കെ ദീർഘവീക്ഷണമുള്ള ആൾക്കാരല്ലേ? നിനക്ക് ഇപ്പൊ എത്ര വയസ്സായി? 20. സത്യം പറ. 40. നീ എപ്പോ ചാവും? അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ കഴിയും. അതെങ്ങനെ? എപ്പോ? ഇപ്പൊ ചാവും. அங்க இருக்கும். அங்கே பாக்கல உன்ன. കുറെ നാളായി ഇവിടെ ഒന്ന് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, രവിയെ കാണാൻ. ശാരദയെ രവിക്ക് ഇഷ്ടമാണ് അല്ലേ? അവളുടെ ഒരു സഹോദരനാണ് ചോദിക്കുന്നതെന്ന് കരുതിക്കോളൂ. ഇഷ്ടമാണ്. അവളൊരു പാവമാണ്, കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. പക്ഷേ അവൾക്ക് എന്നെ കാണാൻ കഴിയും. അവൾ എന്നെ കണ്ടു, എന്റെ മനസ്സ് കണ്ടു. രവി അവളെ കല്യാണം കഴിക്കൂ? കഴിക്കും. ഞാൻ അവളെയെ കല്യാണം കഴിക്കൂ. മുഴുവൻ തുപ്പിക്കൊള്ളല്ലേ? ആവശ്യത്തിന് വെച്ചേക്കണം. ഞാനല്ലേ മാഷിക്കണ്ടു? എന്താ ഇത് വീഴോ? അത് വീഴും. അതൊക്കെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയാലും തേടി കോരാ. അത് മുഖസ്തുതി പറയുന്നതല്ലേ? കറക്റ്റ്. ഞാൻ തേടി തേടി വളഞ്ഞു. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, താൻ ഇപ്പൊ സത്യം പറയണം. താൻ എന്നെ എവിടെല്ലാം തേടി? ഞാൻ പറയട്ടെ. ആദ്യം ഞാന് കലാസമിതി തേടി, പിന്നെ തയ്യൽക്കടയില്, പിന്നെ കുറ്റിക്കാട്ട് തേടി. ഇപ്പൊ ഇനി എവിടെയും തേടണ്ടല്ലോ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. അണ്ണനിപ്പോ എന്താ വേണ്ടേ? കൂര, എന്റെ പൊണ്ണു കൂര. എന്താണ്? ഒരു പാട്ട് പാട് അണ്ണനെ വേണ്ടിട്ട്. അയ്യോ, ഒരു റേഡിയോ സ്റ്റാറിനെ കൊണ്ട് ഈ കാട്ടി വെച്ച് തന്നെ പാടിക്കണോ? ഈ അണ്ണന് വേണ്ടി പാടുകോരാ. എന്റെ വാഷിംഗണ്ണൻ ആയതുകൊണ്ട് ഞാൻ പാടാം. പാട്. താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ പിന്നിൽ
താൻ എപ്പോഴും എന്നെ കൊണ്ട് പാടിച്ചിട്ട് താൻ ആവശ്യം വരുമ്പോ ഓടുന്നത് എന്തിനാ ഓടുന്നത്? അതേ ഞാൻ പറയട്ടെ, ഈ കോറിന്റെ പാട്ടിനെ കുറിച്ച് അറിയില്ല. ഈ എന്റെ കഴുത ഈയിടെയായിട്ട് പറഞ്ഞാലും വിളിച്ചത് അനുസരിച്ച് ഇങ്ങോട്ട് വിളിച്ചാൽ കഴുത അങ്ങോട്ട് പോകും. കോരം പാട്ട് പാടിയ ഏത് മരുഭൂമിയിലാണെങ്കിലും കഴുത അവിടെ വരും. അതാ ഇതാണ് മോഹന്റെ മനസ്സ് വായിക്കാൻ അറിയോ? അറിയാലോ. ചിത്രയുടെ മനസ്സ് ഞാൻ വായിക്കട്ടെ? പുറത്തൂടെ നോക്കിയാലും മനസ്സ് വായിക്കാൻ കഴിയും. വായിക്കട്ടെ. സുന്ദരനായ ഒരാളെ കല്യാണം കഴിച്ച് 2 കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കണം. സ്വന്തം മനസ്സല്ലേ മോഹൻ ഇപ്പൊ വായിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സ് തന്നെയാണ് ചിത്രയുടെയും. നിങ്ങളെ ഞാൻ പ്രേമിക്കുന്നു എന്ന് പറയുന്ന പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കും. അതാണ് എന്റെ തീരുമാനം. ചിത്രേ, എന്തുണ്ടായി പറയൂ. മാലിനി നദി തൻ തീരവനത്തിൽ മാലിനി ഞാൻ കണ്ടു. മാലിനി നദി തൻ തീരവനത്തിൽ മാലിനി ഞാൻ കണ്ടു. മാനുകൾ നീയും മേഖലയിൽ നീ അഴകിൻ കണിയായി നിൽക്കും വേളയിൽ മാലിനി നദി തൻ തീരവനത്തിൽ മാലിനി നിന്നെ ഞാൻ കണ്ടു. കരകളലതൻ കളയണിഞ്ഞു, കരളിൻ തടങ്ങൾ തളിരണിഞ്ഞു. കരകളലതൻ കളയണിഞ്ഞു, കരളിൻ തടങ്ങൾ തളിരണിഞ്ഞു. വൽക്കലം മുറുകും നിന്മാറിൽ, വൽക്കലം മുറുകും നിന്മാറിൽ മൃദുവായി പതിയാൻ ഞാൻ കൊതിച്ചു. മാലിനി നദി തൻ തീരവനത്തിൽ മാലിനി നിന്നെ ഞാൻ കണ്ടു. മാനുകൾ മേയും മേഖലയിൽ നീ അഴകിൻ കണിയായി നിൽക്കും വേളയിൽ മാലിനി നദി തൻ തീരവനത്തിൽ മാലിനി നിന്നെ ഞാൻ കണ്ടു. ഇളകും മിഴികൾ ശരം പൊഴിച്ചു, പിടയും കിളിയായി മനം തുടിച്ചു. ഇളകും മിഴികൾ ശരം പൊഴിച്ചു, പിടയും കിളിയായി മനം തുടിച്ചു. ശലഭം തിരയും നിൻ കണ്ണിൽ, ശലഭം തിരയും നിൻ കണ്ണിൽ അലിയാനരികിൽ ഞാൻ അണഞ്ഞു. മാലിനി നദി തൻ തീരവനത്തിൽ മാലിനി നിന്നെ ഞാൻ കണ്ടു. മാനുകൾ മേയും മേഖലയിൽ നീ അഴകിൽ കണിയായി നിൽക്കും വേളയിൽ
മാലിനി നദി തൻ തീരവനത്തിൽ മാലിനി നിന്നെ ഞാൻ കണ്ടു. No. പ്ലീസ് No. No. പ്ലീസ്. ഗുരുവായൂരമ്പലത്ത് വെച്ച് തന്നെ കല്യാണം നടത്തണം. ഇവളുടെ അമ്മയുടെ ആഗ്രഹം അതായിരുന്നു. എസ്റ്റേറ്റിലുള്ള എല്ലാ തൊഴിലാളികളും ഗുരുവായൂർ കൊണ്ടുപോകണം. അവർക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. ചേട്ടന്റെ ആഗ്രഹം വെച്ച് നോക്കുമ്പോ 2-3 ലക്ഷത്തിന്റെ ചെലവാ കാണുന്നത്. ചെലവാവട്ടെ സാവിത്രി, നിനക്ക് ഇവനും എനിക്ക് ഇവളും മാത്രമല്ലേ ഉള്ളൂ. ഇവരുടെ കല്യാണം ആർഭാടായിട്ട് തന്നെ നടത്തണം. നാട്ടുകാർക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നണം. ഞാൻ ഇപ്പൊ വരാം. ഒരു ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടതേ ഉള്ളൂ. ഇനി എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ വയ്യ. നീ ഉടനെ വരണം. ഏറ്റു. ബൈ. ബൈ. രാജേഷ്, 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 രാജേഷ്. തിരിഞ്ഞു കളിച്ചാൽ കളിച്ച മനുഷ്യർ കഷ്ടപ്പെടുത്തി നോക്കേ കൊല്ലും ഞാന്. എന്തൊരു കഷ്ടം ഒന്നും കളിച്ച നോക്ക്. ഇവിടെ 4 അടി നടന്നിട്ടുണ്ടെങ്കിൽ അതാ കുളം. നിനക്ക് ഞാന് മുട്ടായി വാങ്ങിച്ചുതരാം. മുട്ടായി അത് വേണ്ടേ? എന്നാ ബിരിയാണി വാങ്ങിച്ചുതരാം. അതും വേണ്ട നിനക്ക്. എന്നാ എനിക്ക് മുന്താലി മുടിച്ച് സിനിമ കാണിച്ചു തരാം. അതും വേണ്ടേ? കൊല്ലും ഞാൻ. എന്താണ് ഈ പട്ടി? ഇവിടെ നോക്ക് കളിച്ച. അയ്യോ വെയില് പോയല്ലോ. ഇങ്ങോട്ട് വെയില് പോയല്ലോ. കഴുത ഇങ്ങോട്ട്. ഇത്രയും ഭാരം വെച്ചു കൊടുത്ത് ഈ കഴുത എങ്ങനെ നടക്കേട്ടാ? പിന്നെന്താ കഴുത പിന്നെ ഭാരം വെച്ച് പറക്കുക? മനെ പാല് പാല് ഇങ്ങ വളർന്ന മനെ ഈ അണ്ണനെ ഒന്ന് സഹായിക്കും. എനിക്ക് നിൽക്കാൻ നേരമില്ല. നിക്കാൻ നേരം നീ ഇവിടെ കിടന്നല്ല മാനെ. ഞാൻ വളരെ തിരക്കില്ല. പിന്നെ മോനല്ലേ, ഒരു 2 തുണി എടുത്ത് കയ്യിൽ വെയി. ഇത് നമ്മളെ മാതിരി ഒരു കളഞ്ഞല്ലേ മോനെ. എന്നാ പിന്നെ കേട്ടിച്ചോ കേട്ടിച്ചോ. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഇല്ല ഇതാ 2. ഇപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബാഡി ഇപ്പൊ ഫ്രീ ആയില്ലേ? നഗരി പോയി. അങ്ങനെ നിൽക്കുന്ന നീ ഇപ്പൊ ഞാൻ പറഞ്ഞത് പുരിഞ്ഞതാ? മനുഷ്യനായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പര സഹായ സംഘം വേണ്ടി വരും കേട്ടാ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലാക്കിക്കോ. പറവായില്ല. ഞാൻ വന്ന് ശിലാവതി, ഇവിടെ കള്ളുകളൊന്നും ഒഴിവില്ല. എവിടെ പോയത്? അത് വിടില്ല. ദേ, ആരും കാണും കേട്ടോ. ഒരു വിടലില്ല.
ശ്ശോ, നീ നേരെ അച്ഛനെ വിളിക്ക് കേട്ടോ. ആ അച്ഛനല്ല അച്ഛന്റെ അച്ഛനെ വിളിച്ചൊരച്ഛൻ. Good. ഒന്ന് മോളെ അടക്കി വെച്ചില്ലെങ്കിലേ മാനം പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ മോള് എന്റെ മാനേജറെ കുളിപ്പിച്ചു, അല്ലെങ്കിൽ എന്റെ മാനേജർ എന്റെ മോളെ കുളിപ്പിച്ചു. അത്രല്ലേ ഉള്ളൂ. അതിന്റെ മേലൊന്നും നടന്നിട്ടില്ലല്ലോ. അതിന് മേലെ നടന്നു എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്റെ മോളെ എന്റെ മാനേജർ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാനേജർക്ക് എന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും. രാഘവൻ ഇതറിഞ്ഞ രണ്ടിനെയും വെട്ടി നുറുക്കും. പിന്നെ രാഘവൻ നോർക്കും, രാഘവൻ നോർക്കും. എന്റെ ഈശ്വര, എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ എസ്റ്റേറ്റിലെ മാനേജറും എന്റെ മോളും തമ്മിലുള്ള കല്യാണം എസ്റ്റേറ്റിലെ മാരിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ച് നടക്കും. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞാൽ അവൾക്കൊരു ആൺകുഞ്ഞ് ജനിക്കും. 2ാമത്തെ കൊല്ലം വളരെ സീരിയസ് ആയി ഒരു പെൺകുഞ്ഞ് ജനിക്കും. ആണായാലും പെണ്ണായാലും കുട്ടികൾ 2ആയ ഞാൻ കുടുംബാസൂത്രം നടത്തും. അത് കളി പറ. വേണ്ട, എന്നോടൊരു ന്യായവും പറയണ്ട. അവനെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്റെ മോൻ ഒന്നിനും പോരുത്. ആരെയും ഞാൻ ബാക്കി വെക്കില്ല. അജിയും ഞാൻ എല്ലാത്തിനെയും. നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടില്ലേ? ഞാൻ ആശാനെ, മീശ പിരിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നാ തോന്നുന്നത്. ഇവൻ പറഞ്ഞത് ശരിയാ. എന്താടാ പട്ടി? നിങ്ങൾ അമ്മാവൻ നിങ്ങൾ തോപ്പിക്കും, മറ്റവൻ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഒരുത്തനും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലടാ. മനസ്സിൽ വിചാരിക്കുന്നത് നടത്തി കാട്ടുന്നവനാണ് ഈ രാഘവൻ. ആശാനെ, അതാ വരുന്നു. എവിടേക്കാടി? ചോദിച്ചത് കേട്ടില്ലേ? പറയടി, എവിടേക്കാണെന്ന്. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. വേണ്ട, വേണ്ട. മറ്റവന്റെ ബലമാണ് അവളീ കാണിച്ചത്. മനസ്സിലായോ? എല്ലാറ്റിനും ഞാൻ വഴിയുണ്ടാക്കാം. മതി, നിർത്തി. എന്താ ഗോപാലേട്ടാ? രവിയുടെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിട്ടുണ്ട്. ശാരദയെ കാണാൻ. രവി അന്വേഷിച്ചു. ഓ, ഞാൻ വരാം.
മോഹൻ പോയിട്ടൊരു ഗോപാലകൃഷ്ണൻ കയറി. ഞാനൊന്ന് ഗോപാലിന്റെ മകൾ ഭാഗ്യവതിയാണ്. പെൺകുട്ടികളുടെ ഭാഗ്യം അവരുടെ വിവാഹത്തിനാണ് സാവിത്രി. ചിത്രയും മോഹനുള്ള വിവാഹം വൈകാതെ നടത്തണമെന്നുണ്ട്. ശാരദയുടെ കണ്ണ് ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്തു. ഈ 15-ാം തീയതി നമുക്ക് അങ്കമാലി പോകണം. ഗോപാലേട്ടൻ ഒരാഴ്ചത്തെ ലീവ് എടുക്കേണ്ടി വരും. ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്റെ മോക്കന്നെ കാണാൻ കഴിയല്ലേ? പിന്നെന്താ, അവൾക്ക് എല്ലാവരെയും കാണാൻ കഴിയും.
ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയും. പിന്നെന്താ? ശങ്കരനൊരു കാര്യം പറഞ്ഞു. ശങ്കരന്റെ മോള് രാധയുമായി സ്നേഹത്തിലാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. രാധയെ എനിക്കിഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമയമാകുമ്പോൾ നിങ്ങളോടെല്ലാം പറയാമെന്നും അനുഗ്രഹം വാങ്ങാമെന്നും കരുതി. ഇപ്പൊ സമയമായെന്ന് തോന്നുന്നു എല്ലാത്തിനും. എനിക്കിവിടെ മറ്റാരുമില്ല. ആരുമില്ലെന്ന് പറഞ്ഞ് ആചാരങ്ങളൊന്നും വേണ്ടെന്ന് വെക്കാൻ എന്റെ അച്ഛൻ സമ്മതിക്കില്ല. സാവിത്രിമായി ബംഗ്ലാവിൽ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കാൻ അമ്മായിയും മുതലാളിയും നിന്റെ വീട്ടിൽ വരും. എല്ലാ ആചാര മര്യാദകളും കൂടി തന്നെ നിന്നെ ഞാൻ വിവാഹം കഴിക്കും. മുതലാളി ഞങ്ങളുടെ വീട്ടിൽ വരുമോ? വരും. ഞാൻ പറഞ്ഞാൽ വരാതിരിക്കില്ല. ഇന്ന് തന്നെ ഞാൻ മുതലാളിയെ കാണുന്നുണ്ട്. ആഹാ, ഭയങ്കര ഹാപ്പിയാണല്ലോ ഇന്ന്. അച്ഛനല്ലേ? ഇല്ല. ഷോ, ഞാനൊരു നല്ല കാര്യം പറയാൻ വന്നതാ. ശകനപ്പഴായല്ലോ ഒരു കല്യാണക്കാര്യം. നോക്കൂ മോഹൻ, ഞാൻ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ വരുന്നതും കാത്തിരിക്കായിരുന്നു ഇതുവരെ. കോട്ടേഴ്സിലേക്ക് വരാൻ ഒരുങ്ങിയതാണ്. അമ്മായിയും മുതലാളിയും അവർ രണ്ടുപേരും കൂടിയാണ് എല്ലാം തീരുമാനിച്ചത്. ജനുവരിയിൽ നമ്മുടെ കല്യാണം നടത്താമെന്ന്. ഇനി ഒരിക്കലും ഇങ്ങനൊരു ജീവിതം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. നിങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു മോഹൻ. ഐ ലൈക്ക് യു. ഐ ലവ് യു. ചിത്ര, ഞാനിപ്പോ വന്നത് എനിക്കറിയാം, എന്നെ കാണാൻ. എനിക്ക് വയ്യ മോഹൻ. ജനുവരി വരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. എത്രയും വേഗം നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. എന്താ ഓഫീസിൽ പോവാഞ്ഞത്? ഒന്നുമില്ല. സുഖല്ലേ? ഹേയ്, ഒന്നുമില്ലല്ലോ. ഊണ് കഴിച്ചോ? എനിക്കറിയാം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന്. പട്ടിണി ഇരിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പറ്റില്ല. എന്റെ കൈ കൊണ്ട് ഉണ്ടേ വെക്കും.
പറ്റി? പനിയാണെന്ന് നാട് മുഴുക്ക അറിഞ്ഞല്ലോ. കല്യാണപ്പനിയാവും. ഉള്ളി പേടി കടന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാവും. തുള്ളപ്പനി വരാതെ നോക്കിക്കൊള്ളേ. ആരുടെയാണിത്? അത് പിന്നെ അത് ഇത് പിന്നെ അപ്പോ ഇപ്പോ ഇതൊന്നും എന്നോട് പറയണ്ട. ഇത് അവള് കൊണ്ടു തന്നല്ലേ, മുതലാളിയുടെ മോള്. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നോട് പറഞ്ഞാൽ എന്താ, ഞാൻ കൊണ്ടുതരില്ലേ? കല്യാണം കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ എന്റെ ഭർത്താവായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. മോഹൻ ഓഫീസിൽ ചെന്നിട്ട് 4-5 ദിവസമായെന്ന് കേൾക്കുന്നു. തനിക്ക് എന്തു പറ്റി? ചിത്രയെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. അവളോട് ഞാൻ സ്നേഹം കാണിച്ചു തന്നെ അതിനാണ്. പക്ഷെ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അമ്മായി. എനിക്ക് അവളെ വിവാഹം കഴിക്കാനാവില്ല. എനിക്കത് അവളോട് തുറന്ന് പറയാനും കഴിയുന്നില്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നില്ലെന്ന് അവൾ അറിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോ എന്തെങ്കിലും അവിവേകം കാണിച്ചെന്നിരിക്കും. രാധയെ അറിയില്ല അമ്മായിക്ക്. അവളെ എനിക്കിഷ്ടമാണ്. അവളെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അമ്മായി. അമ്മായിയാണ് എന്നെ രക്ഷിക്കേണ്ടത്. വേദനിക്കാൻ ഇടമുണ്ടാക്കരുത് ആർക്കും. സൂക്ഷിച്ചു പോണം. ഇന്നല്പം കൂടുതലാ നമുക്ക് എടുക്കാം. കടയാളി മുറ്റത്തും ചെല്ലുന്നുണ്ട്. അടിയും പടിപ്രയിടകടന്ന് എന്നങ്ങ് പെട്ടതോ ഷാപ്പിന്റെ മുമ്പിൽ. രണ്ട് കൂടിയല്ലോ പിള്ളേരപ്പോ ോളിക്കാങ്കൂനെ പിള്ളേരിറച്ച് എക്കെന്തീനും ചന്തോ കഴിഞ്ഞില്ലൈനോ താഴിതോ ശാരദയെ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടെന്ന് അറിയില്ല. അവൾക്ക് ആരുമില്ലാതായി. നമ്മളൊക്കെ ഉണ്ട് അവൾക്ക്. ശാന്തിയും ഗോപിയും അവൾക്ക് കൂട്ടിന് കിടക്കും. ഇനി ഞാനുണ്ട് ഈ വീട്ടിലെ കാർന്നവരായിട്ട്. നിങ്ങൾ കാര്യം അറിഞ്ഞോ? രാഘവൻ കൊടയിലേക്ക് കടന്നതാ കേൾക്കുന്നത്. അവൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. പോലീസ് അവനെ പിടിക്കാതെ വിടുവോ? രാഘവനെ കൈ കിട്ടിയ പണി കഴിക്കും. അവനെ കൊല്ലണം. മോഹനല്ലേ അവിടെ? ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ നാളെ മാനന്തവാടി വരെ പോണെന്ന് ശങ്കരനോടൊന്ന് പറയണം. രാധയൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്തിനാണെന്നോ ഒന്ന് യാചിച്ചു നോക്കാൻ. കുട്ടി എന്നെ അനുസരിക്കുമെന്നൊരു തോന്നൽ. ഏട്ടന്റെ മോളില്ലേ ചിത്ര, അവൾക്ക് മോഹനെ ഇഷ്ടമാണ്. അവരുടെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് രാധയ്ക്ക് അറിയാമല്ലോ. ഒരിക്കൽ എല്ലാം തകർന്നു പോയതാണ്. ഇനിയൊരു ആഘാതമുണ്ടായാൽ
ആ കുട്ടിക്ക് അത് താങ്ങാനായെന്ന് വരില്ല. നീ എന്റെ മോളെ പോലെയാണ്. എന്റെ കുഞ്ഞെ, എല്ലാം മറക്കണം. നിനക്ക് നല്ലതേ വരും മോളെ. എന്നെ ഉപേക്ഷിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മറ്റൊന്നിനും എനിക്കാവില്ല. എന്നെ ഉപേക്ഷിക്കോ? എന്നെ ഉപേക്ഷിക്കരുതേ. എന്നെ ഉപേക്ഷിക്കോ? എന്നെ ഉപേക്ഷിക്കോ? ഇല്ല, ഒരിക്കലുമില്ല. മോളെ, മോഹൻ ഉച്ചയ്ക്ക് ഇവിടെ വരും. ഊണ് കഴിക്കാൻ ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹ തീയതി നിശ്ചയിക്കാൻ പോവുകയാണ്. അയാളോട് ഇന്ന് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. അയാളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലീലയോട് പറഞ്ഞോളൂ. പോയി ഊണ് കഴിക്കായിരുന്നില്ലേ? മോഹൻ വരും, എന്നിട്ടാവാം. മോഹനെ ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല കുട്ടി. വൈകിപ്പോയി. വരാമെന്ന് പറഞ്ഞല്ലേ, പിന്നെ വരാതിരിക്കോ? വന്നെങ്കിലെന്ന് നമ്മൾ ആശിച്ചതല്ലേ. വരാന്ന് അയാൾ പറഞ്ഞില്ലല്ലോ. അമ്മായി എന്തായി പറയുന്നത്? അതെ മോളെ, മോഹൻ ഇനി വരില്ല. നിന്നെ കാണാൻ അയാൾ ഇനി വരില്ല കുഞ്ഞെ. മോള് അണിഞ്ഞൊരുങ്ങട്ടായിരുന്നു. ശങ്കറിന്റെ മകൾ രാധയെ വിവാഹം കഴിക്കാൻ അയാൾ നിശ്ചയിച്ചു. നിന്റെ വിധി അതായിരിക്കും. എന്റെ തീരുമാനം എത്രയും ശരിയായിരുന്നു. നിങ്ങളൊക്കെ കൂടി എന്തിനു വീണ്ടും എന്നെ മോഹിപ്പിച്ചു?
തയ്യാറെടുപ്പിലാണ് ഞാൻ വന്നത്. ഞാൻ മടങ്ങാണ്. വേദനയുണ്ട്. രാധയെ വിവാഹം കഴിക്കുന്നു അറിഞ്ഞു. സത്യമാണോ? സത്യമാണോ? ചേച്ചി, ഞാനൊരു പാവമാണ് ചേച്ചി. ഒരു പാവപ്പെട്ട പെൺകുട്ടി. ഒന്നും ആശിക്കാൻ പാടില്ലായിരുന്നു. കുറെ ഞാൻ ശ്രമിച്ചു നോക്കി. മറക്കാൻ എനിക്കാവുന്നില്ല. മറക്കാൻ എനിക്കാവില്ല ചേച്ചി. എന്തോ എന്റെ മനസ്സങ്ങനെ ആയിപ്പോയി. എന്റെ ജീവിതത്തിലേക്ക് ചേച്ചി കടന്നു വരരുത്. ചേച്ചി എന്നെ രക്ഷിക്കണം. നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല. ആരുടെ ജീവിതത്തിലേക്കും കടന്നു കയറാൻ എനിക്കിനി ആവില്ല. മോഹന്റെ മനസ്സിൽ ഒരു ചെറു ബിന്ദുവായി പോലും ഞാനില്ല കുട്ടി. അയാളുടെ മനസ്സിനകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് നീയാണ്. കരയണ്ട. മോഹൻ നിന്നെ വിവാഹം കഴിക്കും. മിണ്ടിയ നിന്നെ ഞാൻ കൊല്ലും. നീ ഇപ്പൊ അയാളുടെ വീട്ടിലാണല്ലേ കിടക്കുന്നത്. അവൾക്ക് കൂട്ടായി ഇന്ന് രാത്രി ഞാൻ അവിടെ വരും. നീ വാതിൽ തുറന്നു വെച്ചിരിക്കണം. ആ കുരുടിയെ എനിക്ക് വേണം. മറ്റവൻ തോൽക്കുമോ എന്ന് എനിക്കറിയണമല്ലോ. ആരെങ്കിലും ഇതറിഞ്ഞാൽ നിന്റെയും നിന്റെ തന്തയുടെ ഒക്കെ കൈ ഞാൻ വെട്ടിക്കളയും. മനസ്സിലായോ? Thank you.